പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴത്തുള്ളിയുടെ നനവ് പടർന്ന തൂവലുകൾ പോലെയാണ് എന്നെ തേടിയെത്തുന്ന ഓരോ സൗഹൃദങ്ങളും. കളിച്ചും ചിരിച്ചും കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഒന്നിച്ചിരുന്ന് സൗഹൃദം പങ്കിട്ടിരുന്ന ആ കാലം മാറി. അകലം പാലിച്ചും മുഖം മറച്ചും നമ്മൾ ഈ ദിനങ്ങളെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നായിരിക്കും നമ്മുടെ ആ പഴയ ദിനങ്ങൾ തിരിച്ചു വരുന്നത്? എല്ലാം കാത്തിരിപ്പുകൾ മാത്രമായി മാറുകയാണോ? ഇനിയും മറ്റൊരു മഹാമാരി താണ്ഡവമാടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്നത്തെ വീഡിയോ തുടങ്ങാം. മലപ്പുറം കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ പ്ലാന്റുകളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒട്ടനവധി കൂട്ടുകാരാണ് ഈ ഒരു വീഡിയോക്ക് ആവശ്യപ്പെട്ടത്. ഓരോ പ്ലാന്റുകളുടെയും പേര് സെർച്ച് ചെയ്ത് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ പേരറിയുമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. നല്ല ഭംഗിയോടെ ഇരിക്കുന്ന ഒരു പ്ലാന്റാണിത്. നല്ല കട്ടിയുള്ള ഇലകളാണ്. ഇലകളുടെ തണ്ടിന് നല്ല ഓറഞ്ച് കളറ് വരുന്ന ഒരു ചെടിയാണിത്. 100 രൂപ വില വെച്ചാണ് ഞാൻ ഈ ഒരു പ്ലാന്റിന് കൊടുത്തത്. ഇതിൻ്റെ വലിയതും ചെറിയതും ഒക്കെ ആയിട്ടുള്ള തൈകൾ പല റേറ്റ് വ്യത്യാസത്തിലും ഒക്കെ അവിടെ ഉണ്ട്. ഇതിൻ്റെ പേരും കെയറിങ്ങും ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. എല്ലാം പഠിച്ചതിന് ശേഷം വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് കാണാം. ഇനി നിങ്ങൾക്കാർക്കെങ്കിലും ഇതിൻ്റെ പേരറിയാമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി ചേർക്കുക. ഇനി നെക്സ്റ്റ് വാങ്ങിച്ച ഒരു പ്ലാന്റാണ് ബിഗോണിയ. വളരെ വ്യത്യസ്തമായ കളറിലുള്ള നല്ലൊരു ഹെൽത്തിയായ പ്ലാന്റാണിത്. ഈ ഒരു ബിഗോണിയയും 100 രൂപ വില വെച്ചാണ് വാങ്ങിയത്. വിൽപ്പനക്കുള്ള ഷെഡിൽ നിന്നല്ലാത്തത് കൊണ്ട് റയർ പ്ലാന്റുകളാണ്. അതുകൊണ്ടാണ് ഈ ഒരു വില ഈടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് പ്ലാന്റും ബിഗോണിയ തന്നെയാണ്. ഇതിൻ്റെ ഇലക്ക് ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ്. നല്ല ഭംഗിയുള്ള ഇലകളാണ്. ഹെൽത്തിയായ പ്ലാന്റാണ്. ബിഗോണിയയുടെ കൂടുതൽ കളക്ഷൻ വിൽപ്പനക്കുള്ള ഷെഡിലെത്തിയിട്ടില്ല. 3 തരം കളക്ഷൻ മാത്രമേ വിൽപ്പനക്കുള്ള ഷെഡിലെത്തിയിട്ടുള്ളൂ. അതിന് 10 രൂപ 15 രൂപ മാത്രമേ വിലയുള്ളൂ. പിന്നീട് ഞാൻ വാങ്ങിച്ച ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരു മെറൂൺ കളറും ഗ്രീൻ കളറുമാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിലും പലതരം വ്യത്യസ്തമായ പ്ലാന്റുകളുണ്ട്. നമ്മുടെ പൈനാപ്പിൾ ചെടിയുടെ അതേ രീതി, അതിൻ്റെ ഒരു വെറൈറ്റിയാണിത്. ഈ ഒരു പ്ലാന്റിൽ തന്നെ 4 തൈകളുണ്ട്. നല്ല ഹെൽത്തിയായ ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിനും 100 രൂപ വില വെച്ചാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ് വിൽപ്പനക്കുള്ള ഷെഡിൽ തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ വാങ്ങിച്ച ഒരു പ്ലാന്റാണ് ഫേണ്. വളരെ ഹൈറ്റിലാണ് ഈ ഫേണ് വളർന്നിട്ടുള്ളത്. നല്ല ഭംഗിയോടെ നിൽക്കുന്നുണ്ട്. ഇതും 100 രൂപക്ക് ഉള്ളിൽ വരുന്ന റേറ്റാണ് കൊടുത്ത് വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റും വിൽപ്പനക്കുള്ള ഷെഡിൽ ഒട്ടനവധി തൈകൾ റെഡി ആയതുണ്ടായിരുന്നു. ഇനി അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഫേണ് നമുക്ക് പരിചയപ്പെടാം. വളരെ ഭംഗിയുള്ള ഇലകളാണ് ഈ ഫേണിനുള്ളത്. വ്യത്യസ്തമായ രീതിയിൽ കാണുന്ന
വളരെ ഭംഗിയുള്ള ഒരു ചെടി. ഇതിൻ്റെയും ഒട്ടനവധി കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ചെടിയുടെ വില എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കയ്യിൽ നിന്നും ബില്ല് നഷ്ടപ്പെട്ട കാരണം ഓർമ്മയുള്ള വിലകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇതിനും ചെറുതും വലുതുമായ പ്ലാന്റുകൾ ചെറിയ വിലക്കും വലിയ വിലക്കും ഒക്കെ അവിടെ ലഭ്യമാണ്. ഫേണുകളുടെ വലിയൊരു കളക്ഷൻ തന്നെ വിൽപ്പനക്കുള്ള ഷെഡിലുണ്ടായിരുന്നു. ഇനി നമുക്ക് തൊട്ടടുത്തുള്ള പ്ലാന്റിനെ പരിചയപ്പെടാം. ഫേണുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണിത്. സിൽവർ ലേസ് ഫേൺ. വളരെ സോഫ്റ്റായ ഒരു ചെടിയാണിത്. പച്ച നിറത്തിൽ വെള്ളി കളർ പോലെ വരകളുള്ള ഭംഗിയാർന്ന ഒരു ചെടി തന്നെയാണ് സിൽവർ ഫേൺ. ഇനിയുള്ള ഒരു പ്ലാന്റ് ഇതാണ്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്നവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ഞാൻ വാങ്ങിച്ച പ്ലാന്റുകളെല്ലാം റെയർ പ്ലാന്റുകളായതുകൊണ്ട് എല്ലാത്തിനും ഒരല്പം വില കൂടുതൽ ഉണ്ടായിരിക്കും. ഇനിയുള്ള ഒരു ചെടിയാണ് ഡ്രാക്കീന സർക്കുലോസ. നേർത്ത കാണ്ടത്തോടു കൂടി തല ഉയർത്തി നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഗ്രീൻ കളറിൽ വൈറ്റ് ഡോട്ടുകളുള്ള ഈ ഒരു പ്ലാന്റ് നല്ല മനോഹരമായ ഒരു പ്ലാന്റാണ്. ഇനിയുള്ള ഈ ഒരു പ്ലാന്റ് ഞാൻ അവിടെ നിന്നും വാങ്ങിച്ചതല്ല, പുറത്തു നിന്നും 150 രൂപ കൊടുത്ത് വാങ്ങിച്ച ഒരു പ്ലാന്റാണ്. ഇതൊരു കലേഡിയം പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. ഇനിയുള്ള പ്ലാന്റ് കലാത്തിയ പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തിയായ അത്യാവശ്യം വളർന്നു വന്ന ഒരു പ്ലാന്റ് ആണ്. കലാത്തിയ വിഭാഗത്തിൽപ്പെട്ട 3-4 ചെടികൾ എൻ്റെ കയ്യിലുണ്ട്. ഇനി ഞാൻ വാങ്ങിച്ച ഒരു അടിപൊളി പ്ലാന്റാണിത്. കലേഡിയം വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു കളറാണ് എന്നെ വല്ലാതെ ആകർഷിച്ചത്. ഇതും വളരെ റെയറായ ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ 100 രൂപ വിലയിലാണ് ഈ ഒരു പ്ലാന്റ് എനിക്ക് തന്നിട്ടുള്ളത്. നെക്സ്റ്റ് പ്ലാന്റ് 25 രൂപയാണ് ഇതിന്. നമ്മുടെ മണി പ്ലാന്റ് ഐറ്റംസിലൊക്കെ പെടുന്ന ഒരു പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. പേരെനിക്കറിയില്ല. പേരറിയുന്നവർ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഇനി വാങ്ങിച്ചത് അഗ്ലോണിമയാണ്. 100 രൂപ റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതും വെരിഗേറ്റഡ് ആണ്. നല്ല ഹെൽത്തി ആയൊരു പ്ലാന്റാണ്. ഇതും ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഇനിയുള്ള ചെടി അഗ്ലോണിമ ചെടിയാണ്. അഗ്ലോണിമയുടെ പലതരം വെറൈറ്റീസും കയ്യിലുണ്ട്. എൻ്റെ കയ്യിലില്ലാത്ത ഒരു വെറൈറ്റി ആയിരുന്നു ഇത്. അതും ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനിയുള്ള ഒരു നെക്സ്റ്റ് പ്ലാന്റ് ആണിത്. നല്ല നീളൻ ഇലകളൊക്കെയായി കറുത്ത ഷെയ്ഡുള്ള വരകളുമൊക്കെ ആയിട്ട് കലാത്തിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ ഒരു ചെറിയ ഐറ്റം പ്രയർ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ ഒരു ഐറ്റം ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നതും കാണുന്നതും ഒക്കെ. ഇതിനെല്ലാം അവർ 100 രൂപയാണ് എന്നിൽ നിന്നും ഈടാക്കിയിട്ടുള്ളത്. ഇലച്ചെടികളിൽ വളരെ ഭംഗിയാർന്ന 2 ചെടികളാണ് അഗ്ലോണിമയും കലാത്തിയ വിഭാഗത്തിൽപ്പെട്ട ചെടികളും. വളരെ മനോഹരമായി തന്നെ ഇവയെ നമുക്ക് വളർത്തിയെടുക്കാം. ഇനി വാങ്ങിയ ഈ ഒരു ചെടി 50 രൂപ വിലയാണ് ഈടാക്കിയിട്ടുള്ളത്. ഇത് വിൽപ്പനക്കായി തയ്യാറായ ഷെഡിൽ ഇഷ്ടംപോലെ തൈകൾ വിൽക്കുന്നുണ്ട്. കലേഡിയം പ്ലാന്റ് ആണ്. വളരെ മനോഹരമായ ഇലകൾ, വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ ഇലകൾ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗിയും. നീണ്ടു നിവർന്ന് തലയെടുപ്പോടെ നിൽക്കുന്ന ഈ ഇലകളാണ് ഇതിൻ്റെ ഒരു ഭംഗി. എൻ്റെ ഭംഗിയാർന്ന ചെടികളുടെ കൂട്ടത്തിലേക്ക് മറ്റൊരു പ്രധാനിയെയും കൂടെ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. മനോഹരമായ കലേഡിയം പ്ലാന്റ് തന്നെയാണ്. ഗ്രീൻ കളറിലുള്ള ഇലകളും വൈറ്റ് കളറിലുള്ള ലൈനും ഒക്കെ ആയിട്ട്
എൻ്റെ ഗാർഡനിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു സുന്ദരിയായി അവളെയും കൂട്ടി ഞങ്ങൾ യാത്ര തിരിച്ചു. ഇനി ബാക്കിയുള്ളതെല്ലാം തൊട്ടടുത്ത വീഡിയോയിൽ ഓരോന്നായിട്ട് നമുക്ക് കാണിക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനിയും ഇതുപോലെ പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.